ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. ലൈവിൽ അങ്ങനെ ജിഷിനും പ്രവീണും എത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ പ്രവീണാണെങ്കിൽ അനുമോളെ ഇരുത്തി സംസാരിക്കുന്നുണ്ട്. ആ സമയം അവിടെ ജിഷിനും അതുപോലെ തന്നെ നമ്മുടെ അനീഷും ഇങ്ങനെ സംസാരിച്ച് വന്ന് അവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ അവർ സംസാരിക്കുന്നു അവരുടെ കാര്യങ്ങൾ. തൊട്ടടുത്ത് നിന്ന് പ്രവീണും അനുമോളും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നീ പോയപ്പോഴാണ്. എനിക്ക് ഭയങ്കര സങ്കടമായി. ഇവിടെ വേറെ ആര് പോയപ്പോഴും എനിക്ക് ഇത്ര സങ്കടം ഉണ്ടായിരുന്നില്ല. ഞാൻ ആദിലയെടുത്ത് നൂറെടുത്ത് എപ്പോഴും പറയാറുണ്ട്, ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ ആദ്യം ഞാൻ അവനെയായിരിക്കും പോയി കാണുക. അതായത് പ്രവീണിനെ കേട്ടോ. പ്രവീണിനെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോള്. ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടമായി, നീ ഇങ്ങനെ ഔട്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, എനിക്ക് ഭയങ്കര സങ്കടമായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറഞ്ഞു, എന്തൊക്കെയുണ്ട് പുറത്തെ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രവീൺ പറയുന്നുണ്ട്, അങ്ങനെ പുറത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ, അതല്ല നിൻ്റെ വിശേഷങ്ങൾ പറയാമെന്നൊക്കെ പറയുമ്പോൾ, എനിക്കിപ്പോൾ എല്ലാവരും വിളിക്കുന്നുണ്ട്, ഒരുപാട് കോൾസ് വരുന്നുണ്ട്, നല്ല അടിപൊളിയായി പോകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. തൊട്ടപ്പുറത്ത് അനീഷും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രവീണാണെങ്കിലും പറയുന്നുണ്ട്, നീ പുറത്തിറങ്ങി കഴിഞ്ഞ് ഞാൻ എന്നോട് മിണ്ടേയില്ല എന്ന് വിചാരിച്ച്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ആദിലയും നൂറിയും പറയുന്നത്, അങ്ങനെയൊന്നും പറയില്ല കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട് അനുമോള്. അപ്പോൾ എന്നിട്ട് പ്രവീണാണെങ്കിലും പറയുന്നുണ്ട്, അങ്ങനെ ചെയ്താൽ ഞാൻ ഇൻസ്റ്റയിൽ പോയി കുറേ ഒരു 10 വീഡിയോ അങ്ങോട്ട് ഇടും, അനുമോള് ചെയ്തത് ശരിയായോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തമാശയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ അനുമോളുടെ അടുത്ത ഡയലോഗ്, എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈകൊണ്ട് ചൂണ്ടി കാണിച്ചിട്ട് അനീഷ് ചേട്ടൻ്റെ ആ കാര്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ സ്വകാര്യം പറഞ്ഞ് വീണ്ടും ആ കാര്യം എടുത്തിടുകയാണ് കേട്ടോ. അപ്പോൾ പ്രവീൺ ഇങ്ങനെ എങ്ങനെ ഇത് എന്നുള്ളൊരു കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, എങ്ങനെ ആയി അങ്ങനെ ഒരു രീതിക്ക് കേട്ടോ. എന്തായാലും ഒരു നല്ലതായിട്ടില്ല. അപ്പോൾ നമ്മുടെ അനിമോൾ പറയുന്നുണ്ട്, ക്ഷേമുണ്ടായിരിക്കും പാവം എന്നൊക്കെ പറഞ്ഞ് അനീഷിനെ അങ്ങനെ പറയുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കതിങ്ങനെ ഒരു കളിയാക്കണ മാതിരിയാണ് തോന്നിയത്. അത് എനിക്കത്ര നല്ല ഒരു ഇതായിട്ട് തോന്നിയില്ല.